ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന നിർണായക മാറ്റവുമായി മെറ്റ. പ്ലാറ്റ്ഫോമിലെ സന്ദേശങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സംവിധാനം 2026 മെയ് 8 മുതൽ അവസാനിപ്പിക്കാൻ കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. സന്ദേശങ്ങൾ അയക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും മാത്രം വായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സുരക്ഷാ കവചമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ സന്ദേശങ്ങളിലൂടെ കൈമാറുന്നത് തടയാൻ എൻക്രിപ്ഷൻ നീക്കം ചെയ്യുന്നത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. എൻക്രിപ്ഷൻ ഇല്ലാതാകുന്നതോടെ സന്ദേശങ്ങളും കോളുകളും സ്കാൻ ചെയ്ത് ഹാനികരമായ ഉള്ളടക്കങ്ങൾ കണ്ടെത്താൻ മെറ്റയ്ക്ക് സാധിക്കും. ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകൾ ടെക് കമ്പനികൾക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. അതേസമയം സ്വകാര്യത ഉറപ്പാക്കാൻ 2023 ഡിസംബറിൽ നടപ്പാക്കിയ ഈ സംവിധാനം പിൻവലിക്കുമ്പോൾ നിലവിലുള്ള ചാറ്റുകളും മീഡിയ ഫയലുകളും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ ഉപയോക്താക്കൾക്ക് അവസരം ലഭിച്ചേക്കും. ഇതിനായി ആപ്പിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുമെന്ന് മെറ്റ അറിയിച്ചു. പഴയ പതിപ്പിലുള്ള ആപ്പ് ഉപയോഗിക്കുന്നവർ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഫേസ്ബുക്ക് മെസഞ്ചർ ഉൾപ്പെടെയുള്ള മെറ്റയുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും സമാനമായ മാറ്റം വരുമോ എന്ന ആശങ്കയിലാണ് ടെക് ലോകം. സ്വകാര്യതയും ഓൺലൈൻ സുരക്ഷയും തമ്മിലുള്ള ബാലൻസ് എങ്ങനെ നിലനിർത്തുമെന്ന ചർച്ചകളും ഈ നീക്കം വഴി തെളിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചത്. പണം അക്കൗണ്ടുകളിലേക്ക് എത്തിയോ എന്നറിയാൻ PM കിസാൻ വെബ്സൈറ്റിലെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് വഴി പരിശോധിക്കാവുന്നതാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി, അതായത് DBT വഴി തുക കൈമാറുന്നതിനാൽ ഒന്നിലധികം ആധാർ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കേണ്ടതാണ്. പണം ലഭിക്കാത്തവർ പ്രധാനമായും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്തിട്ടുണ്ടോ എന്നും കൃത്യമായിട്ട് പരിശോധിക്കുക. കൂടാതെ ലാൻഡ് സീഡിംഗ് അതും കൃത്യമാണോ എന്ന് ആധാറിലെ പേരും അപേക്ഷയിലെ പേരും ഒത്തുനോക്കുമ്പോൾ അക്ഷരത്തെറ്റുണ്ടോ എന്നും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. PM കിസാൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും പിശകുകൾ കാണുകയാണെങ്കിൽ കൃഷിഭവനുമായോ അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായോ ബന്ധപ്പെട്ട് അവ എത്രയും വേഗം തിരുത്തേണ്ടതാണ്. എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ വരും മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.